ഗർഭിണിയായ രാക്ഷസി. ഒരു ഗ്രാമത്തിൽ ഭയാനകമായ രാക്ഷസി ഉണ്ടായിരുന്നു. ആ രാക്ഷസി വരുമ്പോൾ എല്ലാ ഗ്രാമവാസികളും പേടിച്ച് വീട്ടിലിരിക്കുമായിരുന്നു. അതൊരു ഗർഭിണിയായ രാക്ഷസിയാണ്. അതുകൊണ്ട് അവൾക്ക് മനുഷ്യരക്തത്തിനോടാണ് ഏറെ താല്പര്യം. അത് കാരണം എല്ലാ ഗ്രാമവാസികളും അവളെ ഭയപ്പെട്ടിരുന്നു. എന്താ ഇത്? ഇതെന്താ? എല്ലാവരും എന്നെ കണ്ടതോടെ വീട്ടിൽ കയറി വാതിലടച്ചല്ലോ. ഇതിങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഞാൻ എന്റെ കുട്ടിക്ക് എന്ത് കൊടുക്കും? എനിക്ക് എന്തെങ്കിലും വേഗം ചെയ്യേണ്ടതാണ്. ഇവിടെ ഒരാളെയും കാണുന്നില്ല. എനിക്കാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. എന്താ ചെയ്യാ? കിട്ടിപ്പോയി. അയ്യോ, ഗർഭിണിയായ രാക്ഷസി, നിങ്ങൾ എന്നെ ആഹാരമാക്കാൻ പോവുകയാണോ? നിനക്കെന്താ മനസ്സിലാവുന്നില്ലേ? എനിക്ക് കിട്ടിയ ഇറയെ വെറുതെ വിടാനോ? കഴിഞ്ഞ 5 ദിവസം ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഇന്നാണ് എനിക്ക് ഒരാളെ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ തിന്നാൻ തീരുമാനിച്ചു. നോക്കൂ രാക്ഷസി, എന്റെ ഭാര്യ ഗർഭിണിയാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ പിന്നെ ജീവിച്ചിരിക്കില്ല. ശരി, എന്നാ നീ പൊക്കോ. എനിക്കറിയാം അമ്മയായാലുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന്. ഇത്രയ്ക്ക് മര്യാദയുള്ള പെരുമാറ്റം കണ്ടപ്പോ മോഹൻ അവളെ സഹായിക്കാനായി തോന്നി. കാരണം അവളൊരു ഗർഭിണിയായതുകൊണ്ട് മോഹൻ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ 5 ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ഇനി എങ്ങനെ ജീവിക്കും? വേറെ എന്തെങ്കിലും എനിക്ക് നോക്കണം. വിശപ്പാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ എന്റെ വീട്ടിലേക്ക് വന്നോളൂ, ഞാൻ എന്തെങ്കിലും കഴിക്കാനായി തരാം. പക്ഷെ നിന്റെ ഭാര്യ എന്നെ കണ്ടാ പേടിച്ചു പോവും. ആ, അത് ശരിയാ. നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? എന്റെ ജീവൻ രക്ഷിച്ച് വലിയ ത്യാഗമാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം. വിശപ്പിന് ഇനി എന്താ ചെയ്യാന്നറിയില്ല. ഞാനൊരു കാര്യം ചെയ്യാം. എന്റെ രൂപം ഞാൻ മാറ്റാം. അപ്പോൾ പിന്നെ ആരും എന്നെ കണ്ട് പേടിക്കില്ല. ആ, എന്നാൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ആ രാക്ഷസി അവളുടെ രൂപം മാറ്റി. അവളൊരു സുന്ദരിയായ സ്ത്രീയായി മാറി. അതിനുശേഷം മോഹൻ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലെത്തിയ ശേഷം അവന്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു: നോക്കൂ മാലതി, ഇതെന്റെ കൂട്ടുകാരന്റെ ഭാര്യയാണ്. ഈ കുട്ടിയും ഒരു അമ്മയാകാൻ പോകുന്നവളാണ്. എന്റെ കൂട്ടുകാരൻ വിദേശത്ത് പോകുന്നതുകൊണ്ട് ഈ കുട്ടിയെ നോക്കാൻ അവിടെ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മൾക്ക് ഈ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ശരി, ഞാൻ എന്റെ കൂടെ ഈ കുട്ടിയെയും നോക്കിക്കോളാം. എന്നാൽ വേഗം പോയി ഭക്ഷണം ഉണ്ടാക്കൂ. ഈ കുട്ടിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. ശരി, ഞാൻ ചെയ്യാം. അതെ, ആഹാരം കുറച്ച് കൂടുതൽ ഉണ്ടാക്കിക്കോളൂ. ഞാനിപ്പോ കൂടുതലായി കഴിക്കും, അതാണ്. അതൊന്നും ആലോചിക്കണ്ട, ഞാനില്ലേ നിങ്ങളെ കൂടെ. ഞാൻ കാരണം നിങ്ങൾ വിശന്നിരിക്കില്ല. അപ്പോൾ തന്നെ മാലതി എല്ലാവർക്കും ആഹാരം പാകം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിരുന്നു. മാലതി ആദ്യം രാക്ഷസിക്ക് ആഹാരം വിളമ്പിയത്. ആഹാരം കണ്ടപ്പോഴേക്കും ആ രാക്ഷസി ആക്രാന്തത്തോടെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. എന്താ രുചി! ഇവൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ മാലതിക്ക് അധികം സമയം വേണ്ടിവരില്ല സത്യം മനസ്സിലാക്കാൻ. അല്ലയോ രാക്ഷസി, നിങ്ങൾ മനുഷ്യന്റെ രൂപത്തിലല്ലേ? മനുഷ്യരെ പോലെ ഭക്ഷണം കഴിക്കൂ. ഭയങ്കര രുചിയായിരുന്നു. ഇത്രയും സ്വാദുള്ള ആഹാരം എനിക്ക് കുറച്ചും കൂടി തരാമോ? ആഹാ, അതിനെന്താ? ഓ, ഇത്രയും സ്വാദുള്ള ആഹാരം എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. മാലതി ചേച്ചിക്ക് എന്ത് നല്ല കൈപ്പുണ്യാ! ഈ കുട്ടി കഴിക്കുന്നത് കാണുമ്പോ രാക്ഷസി കഴിക്കുന്ന പോലെയുണ്ട്. അങ്ങനെയൊന്നും പറയല്ലേ, അവൾ വിശന്നിരിക്കുകയല്ലേ, അതുകൊണ്ടാ ഇങ്ങനെ. എന്റെ ചേട്ടാ, ഞാനൊരു തമാശയല്ലേ പറഞ്ഞത്. നിങ്ങളൊരു കാര്യം, എനിക്കറിയാം, ഗർഭിണിയായ സ്ത്രീയല്ലേ, വിശന്നാൽ ബാക്കിയൊന്നും നോക്കില്ല, ഭക്ഷണം മാത്രമേ കാണൂ. കുറച്ചുകൂടി തരാമോ? ഹാ, തീർച്ചയായും. അയ്യോ, ഭക്ഷണം തീർന്നു പോയല്ലോ. ഇനി എന്താ ചെയ്യാ? ഇനിയിപ്പോ ഇന്ന് വിശന്നുകൊണ്ട് ഉറങ്ങേണ്ടി വരും. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. ആ രാത്രിയിൽ മാലതിയും മോഹനും ആഹാരം കഴിക്കാതെയാണ് ഉറങ്ങിയത്. എന്നാലോ ആ രാക്ഷസിക്ക് കുറെ നാളുകൾക്ക് ശേഷം
വയറ് നിറച്ച ആഹാരം കഴിച്ചതിൽ സന്തോഷം അവളിരുന്നു. അടുത്ത ദിവസം മാലതി അവളുടെ വീട്ടുജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് കണ്ട് രാക്ഷസി ഇങ്ങനെ ചോദിച്ചു: മാലതി ചേച്ചി, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം കേട്ടോ. ഏയ് സാരല്ല, നിങ്ങൾ എൻ്റെ അതിഥിയല്ലേ, ഞാൻ നിങ്ങളെ കൊണ്ട് എങ്ങനെ ജോലി ചെയ്യിപ്പിക്കാനാ? പക്ഷെ ചേച്ചിക്കും സഹായം വേണ്ടേ? അമ്മയാവാൻ പോകുന്ന ആളല്ലേ. അതൊരു കുഴപ്പമില്ല, ഞാൻ തന്നെ എല്ലാ പണിയും ചെയ്തോളാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാലതി അവിടെ നിന്നും പോയി. മറ്റൊരു വശത്ത് മോഹൻ പുസ്തകത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. എന്നാൽ രാക്ഷസിയോട് രൂപം മാറി വീട്ടിലേക്ക് വരാൻ പറഞ്ഞ രാത്രിയിൽ അതൊക്കെ കണ്ടുകൊണ്ട് ഒരാൾ അവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം മാലതിയോട് പറയാനായി അയാൾ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: മാലതി ചേച്ചി വീട്ടിലുണ്ടോ? ഹാ, പറയൂ. അതെ, എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീയില്ലേ, അതൊരു രാക്ഷസിയാണ്. എന്ത് വിവരക്കേടാ പറയണത്? ഞാൻ ഇന്നലെ നിങ്ങളുടെ ഭർത്താവിനെ അവളുടെ കൂടെ കണ്ടതാ. നീ എന്ത് മണ്ടത്തര പറയണത്? എന്റെ ഭർത്താവ് അങ്ങനെയൊന്നും ചെയ്യില്ല. ഇവിടുന്ന് പൊക്കോ, ഒന്നും എനിക്ക് കേൾക്കണ്ട, കൂടുതലൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ സത്യമാണ് പറയുന്നതൊന്ന് വിശ്വസിക്കൂ. അയ്യോ, രാക്ഷസി, രാക്ഷസി, ഓടിക്കോ, ഓടിക്കോ. എന്ത് പറ്റിയ അയാൾക്ക്? രാക്ഷസി എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. അത് നീ പേടിക്കാതിരിക്കൂ. ആള് നീ ഒരു രാക്ഷസിയാണെന്നാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അയാളൊരു ഭ്രാന്തനാണെന്നാ. നീ ഒന്ന് ആലോചിക്കേണ്ട, ഞാൻ അയാളെ ഓടിച്ചു. മാലതിയാണെങ്കിൽ അയാളുടെ വാക്കുകൾ വിശ്വസിക്കാതെ അവളുടെ ജോലികളിലേക്ക് പോയി. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. അപ്പോഴും മാലതിക്ക് അവൾ ഒരു രാക്ഷസിയാണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം, കുറേ ദിവസമായല്ലോ ഞാൻ ഈ രൂപത്തിൽ. മാലതി താഴെയല്ലേ? ഇപ്പോഴാ എനിക്ക് പഴയ രൂപം എടുക്കാൻ സാധിക്കൂ. ഇപ്പൊ എന്നെ കാണാൻ എന്തു ഭംഗിയാ. ഇതാ കുട്ടി, പാല് കുടിച്ചോ? അയ്യോ അയ്യോ അയ്യോ, രാക്ഷസി, ആരെങ്കിലും രക്ഷിക്കണേ! അയ്യോ രാക്ഷസി! അയ്യോ, പേടിക്കല്ലേ, പേടിക്കല്ലേ! അയ്യോ അയ്യോ അയ്യോ, രക്ഷിക്കണേ! ദൈവമേ, ആരെങ്കിലും വരണേ! അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ! അയ്യോ അയ്യോ! അവൾക്കൊരു കുഴപ്പവുമില്ലല്ലോ. ഐ ആം റിയലി സോറി. അത് നിങ്ങളുടെ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്താ? അയ്യോ, ഞാൻ ഇനി എന്താ ചെയ്യുക? ഞങ്ങളുടെ ഇത്രയും നാളത്തെ കാത്തിരിപ്പ് ഇതിനായിരുന്നോ? ഇതൊക്കെ ഞാൻ കാരണമാണ് സംഭവിച്ചത്. എന്റെ തെറ്റാണ്. എനിക്ക് ആരോടും ഒന്നും പറയാനില്ല. നീ ഇവിടെ നിന്നും പൊയ്ക്കോ. അയ്യോ, ഈ കുട്ടിക്ക് എന്താ പറ്റിയത്? വേഗം എമർജൻസി വാർഡിലേക്ക് കൊണ്ടുപോയിക്കോളൂ. നല്ല വാർത്തയുണ്ട്, ഒരു പെൺകുട്ടിയാണ്. ഞാൻ അകത്തേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊക്കോ. അവള് കാരണം എനിക്ക് എൻ്റെ കുട്ടിയെ നഷ്ടമായി. അതുകൊണ്ട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. മാലതി, ഇത് വായിക്കൂ. രാക്ഷസിയോട് നമ്മൾ എന്തു വലിയ തെറ്റാ ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങളുടെ വീട്ടിൽ എനിക്ക് അഭയം തന്നു. മാലതി അവളുടെ ആരോഗ്യം നോക്കാതെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും സംരക്ഷിച്ചു. ഇപ്പൊ ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം തന്നെ നശിച്ചു. അതെനിക്ക് സഹിക്കാനേ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് നൽകുകയാണ്. പേടിക്കേണ്ട. ഒരു രാക്ഷസിയാണ് ജന്മം നൽകിയതെങ്കിലും ഇതൊരു മനുഷ്യക്കുഞ്ഞാണ്. കുഞ്ഞിൻ്റെ അച്ഛൻ ഒരു മനുഷ്യനായിരുന്നു. പിന്നെ ഈ കുഞ്ഞിനെ നിങ്ങൾ നോക്കണം. എനിക്ക് മാപ്പ് തരണം. ഞാൻ ആ രാക്ഷസിയെ തെറ്റിദ്ധരിച്ചു പോയല്ലോ. പക്ഷെ അവൾ നല്ലവളായിരുന്നില്ലേ? അങ്ങനെ രാക്ഷസി അവളുടെ കുഞ്ഞിനെ മാലതിക്കും മോഹനും നൽകി. ഒരു കാര്യം പറയില്ലേ, നല്ലത് ചെയ്താൽ നല്ലത് മാത്രമേ തിരിച്ചു കിട്ടുമെന്ന്. നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.